ഏതോ ഒരു ശവം വന്ന മാലയാണിത്. ഇനി ഇത് ഞങ്ങളുണ്ടാക്കിയതാണ് പറയേണ്ട. നിങ്ങളുടെ പൂങ്കാവനം മാസികയിലും ഇതിന്റെ മതമുണ്ട്. പൂങ്കാവനം 2004 ഏപ്രിലൊക്കെ നോക്കിക്കോ, അതിൽ കാണാം, ഒരു ലേഖനം കാണാം. മുനമ്പത്ത് ബീവിയെ ഓർക്കുമ്പോൾ, മുനമ്പത്ത് ബീവിയെ ഓർക്കുമ്പോ എന്തായാലും പറയുന്നതയോ, 1980 കാലഘട്ടം, കായലും കടലും ഉമ്മ വെച്ച് കിടക്കുന്ന പുതുവഞ്ഞാണി മുനമ്പിന്റെ തീരത്ത് എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഒരു അജ്ഞാത സ്ത്രീജടം പ്രത്യക്ഷപ്പെട്ടു. നഗ്നമായിരുന്ന ആ മൃതദേഹം തീരപ്രദേശത്തെ പഞ്ചാര മണൽ മറയ്ക്കുകയായിരുന്നു അത്രേ. 21 ദിവസം വരെ ആ മൃതശരീരം കടൽക്കരയിൽ അജ്ഞാതമായി കിടന്നിട്ടും മറവ് ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. ഇതേ തുടർന്ന് വയനാട്ടുകാരായ വൃദ്ധ ദമ്പതികൾ മുക്കുവരുടെ സഹായത്തോടുകൂടി മെഹദറ മസ്ജിദിന്റെ സമീപത്തായി ഖബറടക്കുകയാണുണ്ടായത്. ഇതോടെ നാട്ടിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. മാറാ രോഗികളിൽ ശമനം, ദരിദ്രമായിരുന്ന മുക്കുവ കൂരകളിൽ സുഭിക്ഷത, നടുക്കടലിൽ കത്തിയെരിയുന്ന വെയിലേറ്റ് വാടിത്തളർന്ന കടലോരവാസിയുടെ മുഖങ്ങളിൽ അഭൂതപൂർവമായ ഉണർവ്. അതിങ്ങനെ പറഞ്ഞത് അവസാനം പറയണത്, ആശയറ്റവർക്ക് ആശാ കേന്ദ്രമായി, ആലംബഹീനർക്ക് അവലംബമായി. ഏത്? പുതുവഞ്ഞാനിയിലെ ഈ ചീഞ്ഞളിഞ്ഞ ശവം. ഇത് കാന്തപുരത്തിന്റെ മുഖാവനല്ലേ? പേരോടെ അല്ലേ?